നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിക്കാലത്ത് കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളാണ് അവരുടെ അപാരമായ സൃഷ്ടി വൈഭവത്തെ. പക്ഷെ മനുഷ്യന്റെ മാത്രം കുഴപ്പം, നമ്മുടെയും അമ്മയും അച്ഛനും നമ്മളോട് പറയുന്നത് അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവനായിട്ട് അവനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മാതാപിതാക്കൾ ചോദിക്കുന്നത് എത്ര മാർക്ക്? 90 മാർക്ക്. ബാക്കി 10 എവിടെ പോയി? അതാണ് ചോദ്യം. അത് പോട്ടെ, അവന്റെ മാർക്ക് എത്രയാണ്? അടുത്ത ചോദ്യം. അതെന്തിനാ അറിയുന്നത്? അവന്റെ മാർക്ക് എത്രയാണ്? അതാണ് ചോദ്യം. അപ്പോൾ അവന് മാർക്ക് ഉണ്ടെങ്കിൽ ഇവന് മാർക്ക് കിട്ടണം. എന്തിനാണ്? ഇവന് മാർക്ക് കുറഞ്ഞോട്ടെ. നമ്മൾ പണ്ടൊക്കെ കുട്ടികളോട് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ബുദ്ധിയുള്ള കുട്ടി ബുദ്ധിയില്ലാത്ത കുട്ടി എന്നുള്ളതാണ് അല്ലെ. 9 തലങ്ങളിൽ വ്യാപരിച്ചു കിടക്കുന്ന അവന്റെ തലച്ചോറിലെ പുതിയ പുതിയ പ്രതിഭാസങ്ങളാണ്. ഒരു മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവന്റെ ജീവിതം പോയി എന്ന് വിലയിരുത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പ് നിൽക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ ഒരു മേഖലയും മോശമല്ല. ഒരു കുട്ടി ഞാൻ എന്താവണം എന്ന് കുട്ടി നിങ്ങളോട് ചോദിക്കുന്നു. നിനക്ക് നിന്റെ മേഖല തിരഞ്ഞെടുക്കും മോനെ. നിനക്ക് ഞങ്ങൾ വഴികൾ തുറന്നു തരാം. നീ കാണ്, നോക്ക്, അറിയോ, പഠിക്ക്. നിന്റെ വഴി നീ സ്വയം തിരഞ്ഞെടുക്കുക. ഓക്കെ.